2022 ഡിസംബർ 18 ഖത്തറിലെ മഞ്ഞണിഞ്ഞ കുളിരുള്ള രാത്രി. ആ തണുപ്പിലും ലുസൈൽ സ്റ്റേഡിയത്തിൽ വെള്ളയും നീലയും അണിഞ്ഞ് തിങ്ങി നിറഞ്ഞ ആരാധകരുടെ നെഞ്ചിൽ ചൂടായിരുന്നിരിക്കണം. ഇങ്ങകലെ എൻ്റെ നെഞ്ചിൽ ഒരു നെരിപ്പോടെ എരിയുന്നുണ്ടായിരുന്നു. കാര്യകാരണങ്ങൾ ഏതുമില്ലാതെ ആൽബിസ് സെലസ്റ്റൻ ഫുട്ബോളിനെ പ്രണയിച്ചതുകൊണ്ടുണ്ടായ നെരിപ്പോട്. എന്നെപ്പോലെ അനേകായിരങ്ങൾ ആ തീച്ചൂടിൽ വേവുന്നുണ്ടായിരുന്നു. ഈ രാത്രി പുലരവെ എന്തായിരിക്കും കാത്തുവച്ചിരിക്കുന്നത്? നീണ്ട 36 വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമാകുമോ? അതോ ഇനിയൊരു 4 വർഷത്തേക്ക് കൂടി ഈ കാത്തിരിപ്പ് നീളുമോ? കീഴടക്കേണ്ടത് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ മാത്രമല്ല, വിടാതെ പിന്തുടരുന്ന നിർഭാഗ്യത്തെ കൂടിയാണ്. ലുസൈലിൽ കണ്ണീരോടെ തുടക്കമിട്ട ലോകകപ്പ് പ്രയാണത്തിൻ്റെ അന്ത്യമെന്തായിരിക്കുമെന്നറിയാൻ 90 നിമിഷങ്ങളുടെ ഈ കാത്തിരിപ്പ് അത്യാവശ്യമാണ്. അർജന്റീൻ ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് തലയുയർത്തി അടങ്ങാത്ത ആത്മവിശ്വാസത്തിൻ്റെ അലയൊലികൾ മുഖത്തൊളിപ്പിച്ച് ആ 11 പേർ വരി നിന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിലെ ആശങ്കകളെ കുറച്ചൊന്നുമല്ല പരിഹരിച്ചത്. ഇനിയുള്ള 90 നിമിഷവും മുള്ളിൻ്റെ മുകളിലാണെന്നുള്ള ആശങ്ക അപ്പോഴും ബാക്കി നിന്നു. നിറഞ്ഞ ഒരു ചിരി പോലും ചിരിക്കാൻ കഴിയാതെ വിളറിയ ചിരിയോടെ നിന്ന നിമിഷം. കാലങ്ങളായി കേട്ട പരിഹാസങ്ങളെല്ലാം ഒരുമിച്ച് ആ നിമിഷം ചെവിയിൽ മൂളൽ പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ മൂളൽ അവസാനിപ്പിച്ചത് റഫറി സിമോൺ മെർസിനിക്കിൻ്റെ വിസിൽ ശബ്ദമാണ്. മത്സരം തുടങ്ങി. വിസിലിൻ്റെ ശബ്ദം കാത്തുനിന്ന പോലെ ഗ്രീസ്മാൻ പന്ത് ചൗമേനിക്ക് നൽകി. ഒരു നിമിഷം പോലും കളയാതെ ഇടത് വിങ്ങിലെ എംബാപ്പയെ ലക്ഷ്യമാക്കി ചൗമേനി പന്ത് ഉയർത്തിയടിച്ചു. പന്ത് ഉയർന്നു പൊങ്ങിയപ്പോൾ തന്നെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. പക്ഷേ എംബാപ്പയ്ക്ക് ആ പന്ത് കാലിൽ കുറുക്കാനായില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. മത്സരം തുടങ്ങി 8 സെക്കൻഡുകൾ മാത്രം പിന്നിട്ടപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 90 മിനിറ്റുകൾക്കപ്പുറം ജീവനോടെ ഉണ്ടാകുമോ എന്നായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തു. കളിക്കളത്തിനകത്ത് ഞങ്ങളുടെ മിശിഹയുണ്ട്, പുറത്ത് കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ. ഇത് അർജന്റീനയ്ക്കുള്ള കപ്പാണ്. ഇടയ്ക്ക് സ്ക്രീനിൽ മിന്നിത്തെളിയുന്ന കനക കിരീടത്തിലെ ആദ്യ മുത്തം മിശിഹയുടെ തന്നെയായിരിക്കും. കളി പുരോഗമിക്കുന്നു. ആക്രമണവും പ്രത്യാക്രമണവും മുറപോലെ നടക്കുന്നു. ഹൃദയം അതിവേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. മത്സരത്തിൻ്റെ 20-ാം മിനിറ്റിൽ ബോക്സിന് വെളിയിൽ നിന്ന് പന്ത് ലഭിച്ച ജൂലിയൻ അൽവാരസ് ഇടതു വിങ്ങിലേക്ക് നീട്ടി നൽകുന്നു. അതുവരെ TV സ്ക്രീനിൽ ഇല്ലായിരുന്ന ഏഞ്ചൽ ഡി മരിയ പെട്ടെന്ന് പ്രത്യക്ഷനായി. കൂടെ ഫ്രഞ്ച് താരം ഡെംബലെയും. ഡെംബലെയെ വെട്ടിയൊഴിഞ്ഞ് മരിയ പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക്. പുറകെ എത്തിയ ഡെംബലെ പന്തിനായി നീട്ടിയ കാലിൽ തട്ടി മരിയ വീഴുന്നു. അവസരം പാഴായതിൽ ഡിമരിയെ പഴിചാരാൻ മനസ്സൊരുങ്ങും മുൻപ് റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്ന നിമിഷങ്ങൾ. ലയണൽ മെസ്സി പെനാൽറ്റി സ്പോട്ടിലേക്ക് വരുന്നു. പെനാൽറ്റി മിസ്സാകുമോ എന്നൊരു ദുഷ്ചിന്ത മാറ്റാൻ കഴിയുന്നില്ല. 2016 കോപ്പ ഫൈനലും ബാഴ്സ ചെൽസി ചാമ്പ്യൻസ് ലീഗ് മത്സരവുമെല്ലാം വെറുതെ ഓർമ്മ വരുന്നു. ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കിയടച്ചുപോയി. 3 വരെ മനസ്സിലെണ്ണി മനസ്സിനെ നിയന്ത്രിക്കാൻ വൃഥാ ശ്രമിച്ചു. കണ്ണു തുറന്നപ്പോൾ മെസ്സി സൈഡ് ലൈനിലേക്ക് നിരങ്ങി ഗോളാഘോഷം നടന്നു. സന്തോഷിക്കേണ്ട നിമിഷം. മെസ്സി ഗോൾ നേടിയിരിക്കുന്നു. അർജന്റീന ഒരു ഗോളിന് മുന്നിലായിരിക്കുന്നു. ചാടി എഴുന്നേറ്റ് കൈകൾ മേലേക്ക് ഉയർത്തി. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ശരീരം സന്തോഷിക്കുന്നു, മനസ്സ് സന്തോഷിക്കുന്നില്ല. ഇത് പോരെന്ന് മനസ്സ് ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ. പരിശീലകൻ ലയണൽ സ്കലോണിയുടെ ചേഷ്ടകളിലും അതുപോലൊരു സമാനത എനിക്ക് തോന്നി. ഒരു ഗോളിൻ്റെ ലീഡ് പക്ഷേ അർജന്റീനയെ അടിമുടി മാറ്റി. പിന്നീട് കളിയുടെ ശ്രുതിയും താളവും എല്ലാം നിയന്ത്രിച്ചത് മെസ്സിയും സംഘവുമാണ്. 35-ാം മിനിറ്റിൽ അതിൻ്റെ പൂർണ്ണതയിലാണ് ആ ഗാനം എഴുതിയിറങ്ങിയത്. മൊളിനയിൽ നിന്ന് മക്കലിസ്റ്ററിലേക്ക്, മക്കലിസ്റ്ററിൽ നിന്ന് മെസ്സിയിലേക്ക്, മെസ്സിയിൽ നിന്ന് അൽവാരസിലേക്ക്, അൽവാരസിൽ നിന്ന് വീണ്ടും മക്കലിസ്റ്ററിലേക്ക്, മക്കലിസ്റ്ററിൽ നിന്ന് ഡിമരിയയിലേക്ക്. അർജന്റീനയുടെ മാലാഖയ്ക്ക് മുന്നിൽ ലോറിസ് കാവൽ നിന്ന ഫ്രഞ്ച് കോട്ട കീഴടങ്ങുമ്പോൾ ആ ഗോളിന് ഒരു മനോഹര ഗാനത്തിൻ്റെ ചാരുതയും പൂർണ്ണതയും ഉണ്ടായിരുന്നു. അർജന്റീന 2 ഗോളിന് മുന്നിൽ. ഇന്നത്തെ ദിവസത്തിലെ മനസമാധാനമുള്ള ആദ്യ നിമിഷമായാണ് എനിക്ക് തോന്നിയത്. മനസ്സ് പേടിയെ വകഞ്ഞു മാറ്റി ആനന്ദം കണ്ടെത്തിയ നിമിഷം. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എൻ്റെ മുഖത്തും മനസ്സിലും ഒരു ചിരിയുണ്ടായിരുന്നു. അതെ, അർജന്റീന മുന്നിലാണ്, അതും 2 ഗോളിന്. അതിനൊപ്പം എംബാപ്പയും ഗ്രീസ്മാനുമെല്ലാം ഫോം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നതും എന്നെ ആനന്ദിപ്പിച്ചു. കളിയുടെ 2-ാം പകുതി തുടങ്ങി. ഇനി ഒരു 45 നിമിഷം കൂടി ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നാൽ അർജന്റീന ലോകരാജാക്കന്മാരാകും. നമുക്ക് 2 ഗോളിൻ്റെ ലീഡുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം കളിക്കാരിലും പ്രകടമാണ്. എംബാപ്പയെ ഓടിത്തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവരൊക്കെ എവിടെയാടാ എന്ന് മനസ്സിലൊരു ചോദ്യമുയർന്നു. 64-ാം നിമിഷം അർജന്റീന ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കുന്നു. ചുവന്ന നിറത്തിൽ
11 എന്ന നമ്പർ തെളിഞ്ഞപ്പോൾ ശരിക്കും സങ്കടം തോന്നി. ഫ്രഞ്ച് കോട്ടയിൽ പലകുറി വിള്ളൽ വീഴ്ത്തിയ, ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ബോക്സിനകത്ത് പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്ന ഡി മരിയയെ എന്തിനാണ് തിരികെ വിളിക്കുന്നത്? വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു. ഡി മരിയ തളർന്നു കാണും. അതാകും സ്കലോണി തിരികെ വിളിച്ചതെന്ന് ചിന്തയെ വഴിതിരിച്ചു വിട്ടു. ഒന്നും കാണാതെ സ്കലോണി അങ്ങനെ ഒരു തീരുമാനമെടുക്കില്ല. സ്കലോണിയെ വിശ്വസിക്കാം. മരിയയ്ക്ക് പകരം വന്നത് പ്രതിരോധ നിര താരം അക്യൂന. അപ്പോൾ ടീം പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയും 25 നിമിഷങ്ങളുണ്ട്. പ്രതിരോധം മാത്രം ഉയർത്തി ഫ്രഞ്ച് പടയെ വീഴ്ത്താൻ കഴിയുമെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയാൻ 15 നിമിഷങ്ങളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ കാറ്റുപോലും കടക്കാതെ ബോക്സിന് കാവൽ നിന്ന ഒട്ടാമെൻറ്റിക്ക് പിഴച്ചു. എംബാപ്പയെ പിറകിൽ നിന്ന് വീഴ്ത്തി. എന്തെന്ന് മനസ്സിലാകും മുൻപേ റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോഴും ഞങ്ങളുടെ കാവൽ മാലാഖ എമി രക്ഷിക്കുമെന്ന് പ്രത്യാശിച്ചു. ആശകളെല്ലാം നിരാശയായി. എംബാപ്പെ ലക്ഷ്യം കണ്ടു. അതും എമിക്കൊരു അവസരം പോലും നൽകാതെ. മനസ്സ് വീണ്ടും തനിക്കുണം കാണിച്ചു. ഇങ്ങനെ ഇടിച്ചു പൊളിക്കണ്ട, നമുക്കൊരു ഗോളിൻ്റെ ലീഡുണ്ട്. പക്ഷേ ആ സമാധാനത്തിലൊന്ന് ആശ്വസിക്കാൻ പോലും എംബാപ്പെ സമ്മതിച്ചില്ല. വീണ്ടും ഗോൾ. സ്കോർ 2-2. ഹൃദയം മിടിക്കാൻ മറന്നെന്ന് തോന്നുന്നു. ഒന്നും അറിയുന്നില്ല. വീണ്ടും പഠിക്കൽ കലമുടച്ചിരിക്കുന്നു. ഫൈനൽ ശാപത്തിൻ്റെ ഒരു പുതിയ കഥ കൂടിയാണോ ഇന്നത്തെ രാത്രി സമ്മാനിക്കുന്നത്? വിശ്വകിരീടത്തിൻ്റെ കുറവ് ലയണൽ മെസ്സിയുടെ കരിയറിൽ മുഴച്ചിരിക്കണമെന്ന് തന്നെയാണോ കളിദൈവങ്ങൾ ആഗ്രഹിക്കുന്നത്? TV സ്ക്രീനിലേക്ക് കണ്ണു തുറന്നു വെച്ചിട്ടും ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണുകൾ നിറഞ്ഞ് കണ്ണീർത്തുള്ളികൾ കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. കളിയുടെ നിശ്ചിത സമയം അവസാനിച്ചതും അധിക സമയം കളി തുടങ്ങിയതുമെല്ലാം യാന്ത്രികമായി അറിയുന്നുണ്ടായിരുന്നു. അർജന്റീനയും ഫ്രാൻസും വിജയഗോളിനായി പരസ്പരം പോരടിക്കുന്നുണ്ടായിരുന്നു. 108-ാം മിനിറ്റിൽ കൂടെയിരിക്കുന്നവരുടെ അലർച്ചകളിലാണ് ഞാൻ വീണ്ടും ഉണർന്നെണീക്കുന്നത്. അർജന്റീന ഗോളാഘോഷം നടത്തുന്നു. റീപ്ലേയിലാണ് മെസ്സിയുടെ ഗോൾ കണ്ടത്. മറ്റൊരു മനോഹര ടീം ഗോൾ. പെട്ടെന്ന് പരാജിതനിൽ നിന്ന് വിജയിയിലേക്ക് മനസ്സ് കുതിച്ചുചാട്ടം നടത്തി. ഒഴുകാൻ മറന്നുനിന്ന കണ്ണീർത്തുള്ളികൾ കവിളിലേക്ക് ഒലിച്ചിറങ്ങി. ആനന്ദ കണ്ണീരായി. കണ്ണും മനസ്സും അർജന്റീനയുടെ വിജയനിമിഷത്തിനായി കണ്ണു നട്ടിരുന്നപ്പോൾ വിധി വീണ്ടും വില്ലത്തരം കാണിച്ചു. റഫറി വീണ്ടും നമുക്കെതിരായി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയ നിമിഷങ്ങൾ. ലോക കിരീടത്തിനും അർജന്റീനയ്ക്കും ഇടയിലെ ദൂരം അപ്പോൾ വെറും 2 മിനിറ്റുകൾ മാത്രമായിരുന്നു. കിക്കെടുത്ത എംബാപ്പയ്ക്ക് പിഴച്ചില്ല. അർജന്റീനയുടെ ഹൃദയത്തിൽ തന്നെ കുത്തി. രക്തം ചീറ്റി ഒഴുകുന്നുണ്ട്. തലകുനിച്ചു നിൽക്കുന്ന മെസ്സിയെ TV സ്ക്രീനിൽ കാണുന്നുണ്ട്. പണ്ടെവിടെയോ മറ്റാരെക്കുറിച്ചോ വായിച്ചു മറന്ന ഒരു വരി എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയോ ദുഃഖപര്യവസായിയായ ഒരു നാടകത്തിൻ്റെ ആഭിചാര സൗന്ദര്യം വീണ്ടെടുക്കുന്നു. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് പോലും സമയമില്ലല്ലോ എന്നായിരിക്കും ആ നിമിഷം ഒരുപക്ഷെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാകുക. മോഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് എൻ്റെ മനസ്സ് പരാജയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറെടുത്തെന്ന് തോന്നുന്നു. ഇനി ഭാഗ്യത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇതുവരെയും ഭാഗ്യം എതിർപക്ഷത്താണ് നിലകൊണ്ടത്. അല്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവസാന നിമിഷം അവർ ഉയർത്തെഴുന്നേൽക്കില്ലല്ലോ. അതും ഒന്നല്ല, 2 തവണ. ഫൈനൽ വിസിൽ മുഴങ്ങി. ഇനിയുള്ളത് കാൽപന്ത് കളിയിലെ മരണക്കണിയാണ്. വിജയിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കാതിരുന്നതിനാൽ കണ്ണുകൾ ഇറുക്കെ പൂട്ടിയിരുന്നു. കൂടെയിരിക്കുന്നവർ ഒച്ചകൾക്ക് കാതുമാത്രം വിട്ടുകൊടുത്തു. എംബാപ്പയും മെസ്സിയും എടുത്ത ആദ്യ കിക്കുകൾ ലക്ഷ്യം കണ്ടത് അവരുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കി. ഒരു വലിയ അലർച്ച. എമിയുടെ ആഘോഷത്തിലേക്കാണ് മിഴികൾ തുറന്നെത്തിയത്. ഊമാന്റെ കിക്ക് എമി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എമി അർജന്റീനയെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു. എന്നെപ്പോലുള്ള കോടാനുകോടി ആരാധകരുടെ പ്രതീക്ഷകളെയും എമി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അർജന്റീനയുടെ 2ാം കിക്കെടുത്ത ഡിബാലയ്ക്കും പിഴച്ചില്ല. നമ്മൾ 2-1 മുന്നിൽ. 3ാം കിക്കെടുത്ത ചൗമേനിയുടെ ഷോട്ട് പുറത്തേക്ക് പോകുമ്പോൾ സന്തോഷം കൊണ്ട് ഹൃദയവും പുറത്തേക്ക് എത്തിയിരുന്നു. അർജന്റീനയുടെ 3ാം കിക്കെടുത്ത പരേഡസും ഫ്രഞ്ച് താരം കൊളോമോനിയും ലക്ഷ്യം കണ്ടതോടെ മോണ്ടിയലിൻ്റെ 4ാം കിക്ക് നിർണായകമായി. പക്ഷേ എനിക്ക് വിശ്വാസം വന്നു, നമ്മൾ ജയിക്കും. മോണ്ടിയലിന് പിഴക്കില്ല. അതെ, മോണ്ടിയലിന് പിഴച്ചില്ല. അർജന്റീന ലോക ജേതാക്കളായിരിക്കുന്നു. സന്തോഷം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. 36 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. കളർ TV വന്നതിന് ശേഷം അർജന്റീന കപ്പെടുത്തിരിക്കുന്നു. മെസ്സി പൂർണ്ണനായി. അല്ല, മെസ്സി പരിപൂർണനായി. മനസ്സും ശരീരവും ഒരേപോലെ തുള്ളിച്ചാടി. കണ്ണുകൾ മാത്രം അപ്പോഴും ഇടതടവില്ലാതെ ഒഴുകുന്നുണ്ടായിരുന്നു.
അർജന്റീന താരങ്ങൾ പരസ്പരം കെട്ടിപ്പുണരുമ്പോൾ ഞങ്ങൾ ആരാധകർ അവരനുകരിച്ചു. പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു നിറഞ്ഞ മനസ്സോടെ മെസ്സിയുടെ കിരീടധാരണത്തിനായി. ഗോൾഡൻ ബോൾ പുരസ്കാരം വാങ്ങി ലോകകപ്പിൽ തൊട്ടു തലോടി ചുംബിക്കുന്ന ആ മനുഷ്യനെ ഇമചിമ്മാതെ നോക്കിയിരുന്നു പോയി. ഇനിയൊരു കൺചിമ്മലിന് നഷ്ടമാകുന്നത് ജീവനുള്ള കാലത്തോളമുള്ള ഓർമ്മകളാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാത്തിനുമൊടുവിൽ ആ നിമിഷമെത്തി. കറുത്ത ബിഷ്തണിഞ്ഞ് ഖത്തറമീറിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ കനകപ്പട്ടം അയാൾ ഏറ്റുവാങ്ങി. Scaloni will be fated. Messi will be sated. ജീവിതത്തിൽ ഇതിനു മുൻപെങ്ങും ഞാൻ അറിയാത്ത ഒരാനന്ദം.